ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞങ്ങൾ ഏവിയേറ്റേഴ്സിന് ഈ വീക്ക് ഓഫ് എന്ന് വെച്ചെങ്കിൽ ഒരാഴ്ചത്തെ വർക്ക് മൊത്തം ഉറങ്ങി തീർക്കാനുള്ള ദിവസമാണ്. അന്ന് ഏറ്റവും ഹാപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോ അൽറാംസ്. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഉച്ചയായിരുന്നു. പിന്നെ എണീറ്റൊന്ന് ഫ്രഷായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തന്നില്ല, അവിടെയുള്ള ഒരു പഴയ തൂത്തി കയറ്റി. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ അരി കഴുകി അത് അടുപ്പത്ത് വെച്ച് പിന്നെ ബാക്കിയുള്ള പരിപാടിക്ക്. അടുത്ത മെയിൻ ടെൻഷൻ എന്ത് കറി വയ്ക്കുന്നതാണ്. പണ്ട് അമ്മ കിടക്കുന്നതിന് മുമ്പ് ടെൻഷൻ അടിക്കുന്ന ഒരേ ഒരു കാര്യത്തിനായിരുന്നു, നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അതേപോലെ തന്നെ നാളെ എന്ത് കറി വയ്ക്കുന്നുള്ളത്. അന്ന് അതൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പം ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ അത്ര വലിയ കാര്യമാണെന്നുള്ളത്. പലപ്പോഴും കുക്കിംഗ് ആയിട്ട് ബുദ്ധിമുട്ടേക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് എന്ത് കറി വയ്ക്കുന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ഫൈനലി ഞാൻ ഡിസിഷനിലെത്തി ചെറുപയർ വയ്ക്കാന്നുള്ളത്. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ വിചാരിക്കും ഇന്ന് കരയരുത് എന്നുള്ളത്. പക്ഷെ അവസാനം അവൻ തന്നെ കരയിക്കും എന്ന് വിചാരിച്ച് അവനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. എല്ലാത്തിലും എനിക്ക് അവൻ വേണം. ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചോറും കറിയും റെഡി. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഒന്ന് ഫ്രഷായി. പിന്നെ ഒന്ന് പുറത്തേക്ക് വന്നു വിചാരിച്ചു. അങ്ങനെ ആ വണ്ടി എടുത്ത് ഇറങ്ങി. വേറെ ഒരിക്കല്ല കേട്ടോ, നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള വ്യൂ പോയിന്റിലേക്കാണ്. 24 മണിക്കൂർ എയർപോർട്ടിനാണെങ്കിലും ഒരു ദിവസം പോലും എനിക്ക് എയർപോർട്ടും അതുപോലെ ഫ്ലൈറ്റ് കണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും ആ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. ഈ നാളെ മുതൽ ബാക്ക് ടു ഡ്യൂട്ടി.